കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മതി രേവമ്മേ, ഞാൻ എന്റെ മുടി ഇത്രയ്ക്കൊന്നും ശ്രദ്ധിക്കാറില്ല. അതിന്റെ ഒരു കുറവ് കാണാനും ഉണ്ട്. നല്ല ഉൾക്കനമുള്ള മുടിയല്ലായിരുന്നു. നേരാവണ്ണം നോക്കാതെ കാണാതെ ഇരുന്നോണ്ടാ ഇങ്ങനെ ചകിരി പിന്നിയോലിരിക്കുന്നത്. 2-3 ദിവസം കൊണ്ട് ഞാനിത് ശരിയാക്കി തരാം. ഏത് നേരം എന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന രേവമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. എനിക്കെന്താ ബുദ്ധിമുട്ട്? പെണ്ണ് ജോലിക്ക് പോയാ പിന്നെ എനിക്ക് മിണ്ടാനും പറയാനും ഒറ്റ കുഞ്ഞുങ്ങളും ഇല്ല. ഞാൻ ഇവിടുന്ന് തുരുമ്പിക്കത്തേ ഉള്ളു. പണ്ടെനിക്കുണ്ടല്ലേ ഇതുപോലെ പനക്കൊല പോലുള്ള മുടിയായിരുന്നു, നല്ല കളറുമായിരുന്നു. നമ്മുടെ കഷ്ടപ്പാടും പ്രാരാബ്ദവും കൊണ്ട് നിറവും പോയി, മുടിയും പോയി, സൗന്ദര്യവും പോയി. 4-5 വീട്ടിലെ പണി ഉണ്ടായിരുന്നേ കൊച്ചമ്മേ. എല്ലാം കഴിഞ്ഞു വരുമ്പോ കാലും കടിച്ച് കൈയും കടിച്ച് എവിടെയെങ്കിലും അങ്ങ് ചുരുണ്ടു കൂടിയാ മതി. അതേസമയം കൊച്ചമ്മയുടെ കാര്യം അങ്ങനെയാണ്. വിരളൊന്നും ചൊടിച്ചാ ഓടി വരാൻ എത്ര ജോലിക്കാരാ. അതൊക്കെ രേവമ്മയുടെ ഒരു തെറ്റിദ്ധാരണയാ. എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം. പക്ഷേ അല്ല കൊച്ചമ്മേ, ചോദിക്കുന്നോണ്ടൊന്നും തോന്നല്ലേ. ഭർത്താവും മകനും ഒക്കെ കോടീശ്വരനായിട്ട് കൊച്ചമ്മ എന്താ ഇങ്ങനെ കഴിയുന്നേ? ശേഖരൻ സാറും മോനും തമ്മിൽ അത്ര അടുപ്പത്തിലല്ലേ? അവര് തമ്മിൽ അടുപ്പക്കുറവൊന്നും ഇല്ല. ഉള്ളത് ഞാനുമായിട്ടാണെന്ന് മാത്രം. അതെനിക്ക് തോന്നിയായിരുന്നു. അല്ലെങ്കിൽ മോ അമ്മയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒളിവിൽ താമസിപ്പിക്കും. അതേ സാർ വിചാരിച്ച കൊട്ടാരം പോലുള്ള ഒരു വീട് വാങ്ങി തരത്തില്ലേ? അതൊന്നും വേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. അത് മാത്രമല്ല, എന്നെ തനിച്ച് താമസിപ്പിക്കുന്നതിന് അവന് ഭയവുമാണ്. ഇവിടെ ആണെങ്കിൽ ഒരുത്തരും ഇവിടെ വരത്തില്ല. വന്നാലേ രോമയുടെ വിധം അറിയും. അല്ല കൊച്ചമ്മേ, നമ്മളമ്മ ഇത്രയും പരിചയമായ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അജയൻ സാറിന് നല്ല കല്യാണാലോചനയൊന്നും വരുന്നില്ലേ? കല്യാണം അതൊക്കെ പിന്നെ മതിയെന്ന് അവൻ പറയുന്നത്. കൊച്ചങ്ങൾ അങ്ങനെ പലതും പറയും. നമ്മൾ അവരെ പിടിച്ച പിടിയാലെ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതാവുമ്പോ കൊച്ചമ്മയ്ക്ക് ഒരാൾ കൂട്ടാട്ട് വരുമല്ലോ. പക്ഷേ അത് അവൻ കേക്കണ്ടേ? പറയേണ്ട രീതി പറഞ്ഞാ കേക്കും. ഞാനും എന്റെ കൊച്ചിന് വേണ്ടിട്ട് ഒരു ചെറുക്കനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഒരുപാട് പയ്യന്മാരുടെ ആലോചന വന്ന് എനിക്കാണെങ്കിൽ ഒരുത്തനെ ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയാനല്ലേ. ഐശ്വര്യ നല്ല കുട്ടിയാണ്. ആണല്ലോ. ദേ ആ നാവ് പൊന്നായിട്ടിരിക്കട്ടെ. എന്റെ മോളായതുകൊണ്ട് പറയുമല്ല, അവളെ മിടി പിടിക്കുക. കൊച്ചമ്മേ, അവളെ പോലൊരു പെണ്ണ് കുടുംബത്ത് വന്ന് കയറിയാലേ അതേ വലിയ ഭാഗ്യം. പിന്നെന്തുവാ? 100 ആയുസം വന്നല്ലോ അവള്. അമ്മ ഇങ്ങ് വന്നേ. എന്താടി ഇങ്ങ് വന്നേ. പെണ്ണ് ആരുടെ ഒന്ന് സംസാരിക്കാനും സമ്മതിക്കത്തില്ല, ചുമ്മാ അങ്ങ് വിളിയ. എന്തോടി എന്താടി എന്തിനാ വിളിച്ചേ? അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആന്റിയോട് പറയുന്നേ? ആവശ്യമില്ലാത്ത കാര്യം എടി, കിട്ടുന്ന സമയം കൊണ്ട് നിന്നെ കുറിച്ച് പൊക്കി അടിക്കുന്നത് അതിന്റെ ഗുണം കണ്ടിട്ടെന്നാ. ഗുണോ? എന്ത് ഗുണം? അതൊക്കെ ഉണ്ട്. ദേ അവരെ മണിയടിച്ച് ചുറ്റിപ്പറ്റി നിക്കാൻ നോക്ക്. അജയ് സാറിന്റെ കല്യാണാലോചന വരുന്ന സമയം നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടാല് അത് പോരടി, നമുക്ക് ലോട്ടറി അടിക്കത്തില്ലയോ? അവര് പറഞ്ഞ അജയ് സാറ് കേൾക്കുന്നുള്ള കാര്യം 101% എനിക്ക് ഉറപ്പാ. ഈ അമ്മയുടെ ഒരു കാര്യം. അതെടി, ഇതെന്റെ കാര്യം തന്നെ. എന്റെ മോളൊരു കോടീശ്വരന്റെ ഭാര്യയായി ഇരിക്കുന്നത് കാണാൻ എനിക്ക് യോഗം ഉണ്ടത് എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ട്. എന്റെ മോളെ അപ്പുറത്തിരിക്കുന്നത് ഭാഗ്യ ദേവതയാ. നീ മുറുക്കി പിടിച്ചോ, പുളിക്കമ്പെ പിടിച്ചോ നീ. എനിക്ക് ഇത്രയുള്ള പറയാൻ. ഇന്ദ്രജ വർമ്മ, നിന്റെ ബിസിനസ് പാർട്ണർ, എയർപോർട്ടിൽ നിന്ന് ലിഫ്റ്റ് തന്ന് നിന്നെ ഇവിടെ എത്തിച്ച മഹതി. She is a fake. No, she is not a fake. പിന്നെ അവൾ ആരാണെന്ന് അതിന്റെ ഭാവം? She is a bloody fake. അവൾ ഒരു ദുരാത്മാവാണ്. Daddy, you are talking nonsense. She is genuine. നല്ലൊരു സ്ത്രീയാണ് അവര്. Fool. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, അത്ഭുത സിദ്ധിയുള്ള ഒരു മൂക്കുത്തി അണിഞ്ഞു നടന്ന് ആൾക്കാരെ വിഭ്രമിപ്പിച്ച ഒരു മന്ത്രവാദിനി. അവളുടെ പുനർജന്മമാണ് ഇന്ന് നിന്റെ ഇന്ദ്രജാവർമ്മ എന്ന പ്രേതാത്മാവ്. നോ, അവര് പ്രേതാത്മാവൊന്നും അല്ല, ജീവിച്ചിരിക്കുന്ന സ്ത്രീയാ. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ മകനാണെങ്കിലും നീ ഒരു മണ്ടനാണെന്ന്. ആ ദുർമന്ത്രവാദിനിയായ പ്രേതാത്മാവ് നിന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. നിന്നെ ഞാൻ വളർത്തിയതും വലുതാക്കിയതും ഇതുപോലെ സാത്വികമായിട്ടല്ല. വളരെ ചെറുപ്പത്തിലെ എന്തിനും പോന്നവനായിട്ടായിരുന്നു ഞാൻ നിന്നെ വളർത്തിയത്. ചോര കണ്ടാൽ ആഹ്ലാദിക്കുന്നവൻ, ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. പക്ഷേ
നീ ആകെ മാറിയിരിക്കുന്നു. ഇപ്പോൾ നീ എന്റെ മകനല്ലാതായിരിക്കുന്നു. എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ ചോരക്കൊതിയനാണെന്നോ? അതെ, പക്ഷേ നിന്റെ ആ തമോ ഗുണമെല്ലാം നശിച്ച ദുർശക്തി ഇല്ലാതാക്കി. ആ സ്ത്രീയെ 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെട്ടി നുറുക്കി കൊന്നവനാണ് ഞാൻ. ആർ യു മാൻ? 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡാഡി ജീവിച്ചിരുന്നോ? മണ്ടൻ, നിനക്കൊന്നും അറിയില്ല. നീ അധികമൊന്നും അറിയണ്ട. നിർത്തിക്കോ ഈ നിമിഷം. ആ ഇന്ദിരാവർമ്മയുമായിട്ടുള്ള നിന്റെ ബന്ധം നിർത്തിക്കോ. അത് തുടർന്നാൽ എന്റെ മകനെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ബെറ്റർ യു ഡു ദാറ്റ്. നോ, സമയമായില്ല. നീ ആദ്യം നിന്റെ പ്രിയപ്പെട്ട അമ്മ സുഗന്ധി ഭായിയെ എവിടെ നിന്നായാലും എന്റെ മുൻപിൽ എത്തിക്കണം. എനിക്ക് അവളെ ഉടനെ കാണണം. നോ, നെവർ. ഡാഡി അവരെ ഒരിക്കലും കാണില്ല. കാണും, കണ്ടേ തീരൂ. നീ പോകും, അവളെ കൊണ്ടുവരും. ഇല്ല, ഇല്ലേ? ഇല്ലെന്നാ പറഞ്ഞത്. You bloody... ഡാഡി, വിടൂ. ഡാഡി. പോ. പോയി നിനക്ക് ജന്മം തന്ന ആ സ്ത്രീയെ എന്റെ മുൻപിൽ കൊണ്ടുവാ. ഡാഡി, നിക്ക്. അടുത്തേക്ക് വരണ്ട. ഞാൻ ശ്രീകുട്ടിയല്ല, ഞാൻ ഉണ്ണിമായയാ. 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഉണ്ണിമായ. നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം. ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രീകുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത കടമകൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഞാൻ ഇനിയും വരും. സത്യാണോ ദേവേട്ടാ? സുനന്ദ, ഞാൻ നമ്മുടെ മോളെ കണ്ടു. അവളെ ഞാൻ ജീവനോടെ കണ്ടു. അവള് മരിച്ചിട്ടില്ല. അവള് മാത്രമല്ല, ആ ശേഖരൻ തമ്പി മരിച്ചിട്ടില്ല. എന്റെ മോള് ഭഗവതി. ദേവേട്ടാ, അയാൾക്കുള്ള ശിക്ഷ സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ തന്നെ കൊടുക്കും. അതെ ദേവ, നീയായിട്ട് ഇനി ഒന്നിനും പോണ്ട. എന്തൊക്കെ വിപത്തുകൾ വന്നാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കൊടുങ്ങല്ലൂരമ്മ ഈ കുടുംബത്തിന് അഭയവും തണലുമായിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. അവൾ എവിടെയോ ജീവനോടെയുണ്ട്. നമ്മളെയൊക്കെ രക്ഷിച്ച പോലെ കൊടുങ്ങല്ലൂരമ്മ നമ്മുടെ ശ്രീകുട്ടിയെ രക്ഷിക്കും. അവളെ നമുക്ക് തിരിച്ചു തരും. ആ സമയത്ത് നീയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ചിലപ്പോ ശരിയായിരിക്കും ദേവേട്ടാ. ശ്രീകുട്ടി എവിടെയോ സുരക്ഷിതമായിട്ടുണ്ട്. പുണ്യമായ ഒരു മായക്കാഴ്ചയാണെങ്കിൽ നമ്മുടെ ശ്രീകുട്ടി എവിടെ? നീ സമാധാനപ്പെടു ദേവ. എല്ലാത്തിനും ഉത്തരം കൊടുങ്ങല്ലൂരമ്മയാണ്. അമ്മയുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്.